എടോ താൻ എന്തൊരു പോരായ്മയാണ്. എന്താ? ഇന്നാള് തന്റെ ഒരു വട്ടം പ്രയോഗമൊക്കെ ഉണ്ടായപ്പോഴേ എന്റെ ചെവിയൊക്കെ നേരെയായതായിരുന്നു. പിന്നെ ഇല്ലത്ത് പോയിട്ട് 2-3 ദിവസം മുങ്ങി കുളിച്ചപ്പോഴേ ഇപ്പോഴും തഥൈവ ഒന്നും കേൾക്കാനില്ല. അതെന്റെ പോരായ്മയാണോ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതിൽ എഴുതി തരാം. എഴുതിയും തരണോ ഇനി? ആ, എനിക്ക് കേൾക്കാനില്ല. മഴ അത് എന്റെ പോരായ്മ ആണോ? വായിച്ചോ. അതെന്റെ പോരായ്മയാണോ? എടോ ഈ ലോകം പോരായ്മ ഉള്ളവരുടേതാണ്. ആണോ? ആ, പോരായ്മ മാറ്റാൻ എന്താ വഴി? പോരായ്മ മാറ്റാൻ എന്താ വഴി? നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല പോരായ്മ ഉണ്ടെന്ന് മനസ്സിലായി. അതെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്താ അറിയോ? പോരായ്മ തന്നെ. നിർത്തുന്നുണ്ടോ ഈ പോരായ്മക്കളി? നിർത്തുന്നുണ്ടോ നിങ്ങളെ പോരായ്മ കളിന്ന്? തന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ? വാ, ഇത് തന്നെയാണ് തന്റെ ഏറ്റവും വലിയ പോരായ്മ. തന്റെ മകനെവിടെ? മകൻ പോയി LKG കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഓ, കൂട്ടുകാരിയുടെ വീട്ടില്. കൂട്ടുകാരനെ അല്ല, മത്തം കുത്തിയോ കുമ്പളം മുളക്കിയോ? ഞാൻ വേറൊരു പോരായ്മ ഉണ്ടാവും നോക്ക. എടോ തനിക്ക് എന്തിന്റെ കേടാണ് ഈ ഇതൊക്കെ പറയേണ്ട കാര്യം? അല്ലെങ്കിലേ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് ഇരിക്കുകയാണ്. ഒറ്റ തന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്റെ കേൾവി ശക്തി തിരിച്ചു വന്നാലോ? ഈ കേൾവി ശക്തി ഇല്ലാത്തതേ തനിക്കൊരു പോരായ്മയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നാ പിടിച്ചോ. എന്തൊരു മനുഷ്യനാത്! എന്തൊക്കെയോ കുറെ ആംഗ്യം കാണിച്ചു വരുന്നു. തെളിച്ചു പറഞ്ഞതോ അല്ലെങ്കിൽ ഇതിൽ എഴുതി കാണിക്കാം. ഇങ്ങനെയുള്ള ഒരു പോരായ്മ.